ഷുഗർ കട്ട് ചെയ്യുമ്പോൾ പഞ്ചസാര, ചായയിൽ പഞ്ചസാര ഇടില്ല. അതുപോലെ കോക്ക് അഥവാ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുകയാണെങ്കിൽ ഡയറ്റ് കോക്ക് പോലുള്ള സാധനങ്ങളാണ് കുടിക്കുക. പക്ഷെ ഇവര് ചോറും ചപ്പാത്തിയും ബാക്കി സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് നോർമലായിട്ട് കഴിക്കുന്നുണ്ടാവും. അതുകൊണ്ട് കാര്യമുണ്ടോ? ഡസ് ദാറ്റ് ആക്ച്വലി ഹെൽപ്പ്? ചായ മാത്രം മധുരം അവോയ്ഡ് ചെയ്യുക, കോഫിയിൽ മാത്രം മധുരം അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് കാര്യം നടക്കത്തില്ല. നമ്മൾ റെസ്റ്റ് ഓഫ് ദ ടോട്ടൽ കാലറി കൺസംഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹൗ മച്ച് കാലറീസ് നമ്മൾ എടുക്കുന്നു. ചിലപ്പം അത് ചായയൊക്കെ എടുക്കുന്നില്ല, പക്ഷെ പിന്നെ പോയി KFCയോ അങ്ങനത്തെ ജങ്ക് ഫുഡ് നമ്മൾ എടുത്താൽ ഉള്ള കാലറി എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് കൂടും. അവിടെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടിയാലും അത് നമ്മുടെ ബോഡിയിൽ അത് കാലറീസ് ആയിട്ട് വരും. സോ ഫാറ്റി ലിവർ വരും. സോ ഐ തിങ്ക് നമ്മൾ ഓവറോൾ ഡയറ്ററി കൺട്രോൾ, ഡയറ്ററി റെസ്ട്രിക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ജസ്റ്റ് അവോയ്ഡിങ് ദ ഷുഗർ. അതിൽ മാത്രം ഒരു മേന്മയില്ല. ബേസിക്കലി മധുരം കഴിക്കുമ്പോൾ മാത്രമാണ് ഡയബറ്റിസ് വരുന്നെന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അതെ അതെ. ഇല്ലേ, മധുരം കഴിക്കാത്തവർക്ക് ഡയബറ്റിസ് വരില്ല എന്ന്. വേറെ ഒത്തിരി പേരുണ്ടല്ലോ ഡയബറ്റിക് ടെൻഡൻസി ഇല്ലാത്തവർക്ക്. ഷുഗർ എത്ര കഴിച്ചാലും അവർക്ക് പ്രോബ്ലം ഇല്ലെന്ന് നമ്മൾ കാണാറില്ലേ. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഒരു ഷുഗർ ഇൻടേക്ക് കൻ ലീഡ് ടു വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട്. വണ്ണം വെക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, ഡയബറ്റിക്കിൻ്റെ ചാൻസ് കൂടും. പക്ഷേ ചിലർക്ക് ആ ഡയബറ്റിക് ടെൻഡൻസി ഇല്ലാത്തവർക്ക് എത്ര മധുരം കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഒത്തിരി മധുരം കഴിച്ചാൽ അതെല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ലിവറിൻ്റെ അകത്ത് ഫാറ്റി ലിവർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ ഡയബറ്റിക് ടെൻഡൻസി കൂടാനുള്ള സാധ്യത, നോട്ട് ഇൻ എവറിബഡി ബട്ട് ഇൻ എ മെജോറിറ്റി ഓഫ് പേഷ്യൻസ്. സോ അതുകൊണ്ട് ഐ വുഡ് സേ ജനറലി നമ്മൾ മൊത്തത്തിലൊരു ഡിസ്ക്രീറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ.